ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ, ഏതെങ്കിലും ക്രിസ്മസിന് സാന്റാക്ലോസ് ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ യെസ്, ഞാൻ ഓർക്കുന്നു, ഒരു വർഷം അങ്ങനെ തരാതിരുന്നിട്ടുണ്ട്. അതെന്ത് പറ്റി? അത് ആ വർഷം ഞാൻ ഇതുപോലെ കുറച്ച് തെറ്റുകൾ ചെയ്തു. അപ്പോൾ സാന്റാക്ലോസ് വിചാരിച്ചു എനിക്ക് ഗിഫ്റ്റ് തരണ്ട. അപ്പോൾ അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തു, ഒരു 3 പറ. 3 പറയണോ ഈശ്വര? ഓക്കെ. പിന്നെ എൻ്റെ മനസ്സിപ്പോഴും 15-20 തന്നെയാണ്. പ്രായം അതിലാർക്കും സംശയമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇച്ചിരി മസിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇത്ര സീരിയസ് ഒന്നുമല്ല. മസിൽ പിടിക്കുന്ന അല്ല ആർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ ബേസിക്കലി കുറച്ച് മനസ്സുകൊണ്ട് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ സീരിയസ്നെസ്സും മെച്യൂരിറ്റിയും സിനിമയിലുണ്ടാവണം. പക്ഷെ നമ്മൾ അതുകൊണ്ട് മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാറില്ല. ചെറിയ കുട്ടികളുടെ മനസ്സുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഇപ്പോഴത്തെ വിനോദ ഉപാധികളിലെല്ലാം ഏർപ്പെടാറുണ്ടോ? ഗെയിംസ്, പുതിയ ഗെയിംസ് എന്താണ്, അങ്ങനെയൊക്കെ അപ്ഡേറ്റഡ് ആവാറുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഞാൻ ഗെയിം കളിക്കാറുണ്ട്, ഈ പറയുന്ന ബോർഡ് ഗെയിംസ് കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. അതൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനാണെങ്കിലും ഇപ്പോൾ എൻ്റെ വയസ്സിലുള്ള ആൾക്കാരുണ്ടാവും, കുറച്ചുകൂടെ മൂത്ത ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാനെപ്പോഴും ഈ പറയുന്ന കൊച്ചു പിള്ളേരുടെ കൂടെ ആയിരിക്കും. വൈബ് കിട്ടാൻ വേണ്ടിയല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തായ്ക്കോണ്ടോ 8 വയസ്സുള്ള കുട്ടിയായിട്ട് അവളപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ അവളുടെ ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രസത്തിന് ഇവിടെ വന്നിരിക്കും, അവളുടെ ചെരുപ്പെടുത്തെറിയും, അവൾ പോയി എടുത്തുകൊണ്ട് വരും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അവളിപ്പോഴും സാന്റാക്ലോസ് ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഇപ്പോഴും രാത്രി സാന്റാക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന അത്ര നിഷ്കളങ്കയായിട്ടുള്ളൊരു കുട്ടിയാണ്. സാന്റാക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ സാന്റാക്ലോസ് ആ വർഷം ഗിഫ്റ്റ് തരില്ല. അപ്പോൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ നോട്ടി ആയിട്ടിരുന്നപ്പോൾ ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ, ഏതെങ്കിലും ക്രിസ്മസിന് സാന്റാക്ലോസ് ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ യെസ്, ഞാൻ ഓർക്കുന്നു, ഒരു വർഷം അങ്ങനെ തരാതിരുന്നിട്ടുണ്ട്. അതെന്ത് പറ്റി? അത് ആ വർഷം ഞാൻ ഇതുപോലെ കുറച്ച് തെറ്റുകൾ ചെയ്തു. അപ്പോൾ സാന്റാക്ലോസ് വിചാരിച്ചു എനിക്ക് ഗിഫ്റ്റ് തരണ്ട. അപ്പോൾ അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തു, ഒരു 3 പറ. 3 പറയണോ ഈശ്വര? ഓക്കെ. ഇതുപോലെ ഞാൻ ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞു. ഓ, അത് ഞാൻ തോട്ടിലേക്ക് എറിഞ്ഞത്. അപ്പോൾ ആ ചെരുപ്പ് കിട്ടിയില്ല. ഓ, ദാറ്റ്സ് ബാഡ്. പിന്നെ 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 ഇതുപോലെ ഉപദ്രവിക്കും. ഇങ്ങനെ നിലത്ത് നൂല് വരിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നൂലിങ്ങനെ പൊക്കുമ്പോൾ മൂക്കും കുത്തി വീഴും. അങ്ങനെ അമ്മേനെയൊക്കെ വീഴ്ത്തി. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. ഓ, അപ്പോൾ പിന്നെ എന്തായാലും സാന്റാക്ലോസ് തിരിച്ച്. അപ്പോൾ അവൾ ഭയങ്കര സീരിയസ് ആയിട്ട്, അപ്പോൾ അവൾ ഭയങ്കര ഡീപ്പായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്കിളിൻ്റെ ചൈൽഡ്ഹുഡാണ് അങ്കിളിനെ ഇങ്ങനെയാക്കി മാറ്റിയത് എന്ന്. ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഇതുപോലത്തെ ഇൻസിഡൻസ് ആണ്. സോ ഇറ്റ്സ് ഓൾ ബേസിക്കലി ബിക്കോസ് ഓഫ് യുവർ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ്. ഓ യാ, ഞാൻ ഭയങ്കര തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെ. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ ഡീപ്പായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതായത് ഈ ഫാമിലി എവിടെ ഗ്രൂപ്പ് ഉണ്ടായാലും ഞാൻ എൻ്റെ ഒരു അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ആ മനസ്സ് കുട്ടിയായിട്ട് കൊണ്ടു നടക്കുന്നവരും അത് ഇങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻസ് കൂടല്ലേ അതിനെ നമ്മൾ എപ്പോഴും ഒരു ഉത്തേജിപ്പിച്ചു. 3 കാര്യങ്ങൾ ചോദിച്ചാൽ 3 കാര്യങ്ങൾ പറയാൻ കിട്ടണ്ടേ? അതെ. അപ്പൊ അവളിപ്പോഴും അതാ നിഷ്കളങ്കതയാണ്. 3ാം ക്ലാസ്സിലെത്തി, ഇപ്പോഴും സാന്റാക്ലോസ്. അപ്പോൾ അവൾക്ക് അന്ന് രാത്രി ഞങ്ങൾ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വെച്ചു. സാന്റയുടെ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ക്രിസ്മസ് ട്രീയുടെ ഇടയിൽ ഗിഫ്റ്റ് വെച്ചു. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ട് ഗിഫ്റ്റ് തുറന്നു നോക്കി. ഇത്തവണ ഗിഫ്റ്റ് കിട്ടി, ഞാൻ ചെയ്ത തെറ്റുകളൊന്നും സാന്റ കൺസിഡർ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ നല്ല കുട്ടിയായിട്ട് അടുത്ത കൊല്ലം വരുന്ന ഇനിയും ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പോകുന്നൊരു